സന്തോഷ് ജി നമസ്തേ. നമസ്തേ നമസ്തേ. സന്തോഷ് ജി, ഇന്ന് മഹാശിവരാത്രിയുടെ ദിവസമാണ്. അതെ, മഹാകുംഭമേളയുടെ ഏതാണ്ട് അവസാന ഭാഗത്തെടുക്കുന്ന ദിവസമാണ് ശിവരാത്രി. ഓം നമഃ ശിവായ. ഇന്ന് ലോകത്തിലേക്കും വെച്ച് ചരിത്ര സംഭവമായി മാറിക്കൊണ്ടിരിക്കുന്ന മഹാകുംഭമേളയുടെ ദിവസത്തില് അങ്ങയോട് നമ്മുടെ ഈ ക്ഷേത്ര ആചാരവുമായി ബന്ധപ്പെട്ട ഭക്തിയും വിശ്വാസവുമായി ബന്ധപ്പെട്ട ഭക്തന്റെ വിഷയം എന്നുള്ള ബന്ധപ്പെട്ട് കരിയും കരിമരുന്ന് പ്രയോഗത്തെ കുറിച്ചും ഇവിടുത്തെ സന്യാസികന്മാര് പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ നടത്തിയതിനെ കുറിച്ചും ഒക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം അങ്ങ് സംസാരിച്ചിരുന്നു, അങ്ങനെ വിഷയങ്ങൾ മുറിച്ച് വരുത്തിയിരുന്നു. അതെ അതെ. പക്ഷെ ഇപ്പോ ആദിമാർഗി മഹാചന്ദ്രാളദാസ അദ്ദേഹം ഈ കാര്യത്തെക്കുറിച്ച് വളരെ അറിവോടുകൂടി വളരെ പണ്ഡിതമായ രീതിയിൽ കരിയും കരിമരുന്ന് പ്രയോഗത്തെക്കുറിച്ചും ഇവിടുത്തെ ആചാര്യന്മാര് സന്യാസി ശ്രേഷ്ഠന്മാര് കാവ്യടുത്ത സന്യാസി ശ്രേഷ്ഠന്മാര് ഏതൊക്കെ വിഷയത്തിൽ ഇടപെടണ്ട എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒരു അവഗാഹമായ ഒരു സമീപനത്തോടെ വീഡിയോ ചെയ്തിരുന്നു. നിങ്ങൾ അത് കണ്ടു ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായും കണ്ടു. എന്താണ് അങ്ങേക്ക് അതിൽ നിന്ന് അങ്ങേക്ക് പറയാനുള്ളത്? പ്രണവവേദ ആചാര്യൻ എന്നുള്ള നിലയ്ക്ക് നമ്മളിങ്ങനെയുള്ള കാര്യങ്ങളിൽ അങ്ങ് വളരെ വ്യക്തമായിട്ട് വലിയൊരു ചരിത്ര ഗ്രന്ഥം തന്നെ പ്രണവവേദ 5ാമത്തെ വേദഗ്രന്ഥം എഴുതി തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആചാര്യൻ എന്നുള്ള നിലയ്ക്ക് അങ്ങേക്ക് തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ അഭിപ്രായം ഉണ്ടാവും. അദ്ദേഹം അങ്ങ് അതൊന്ന് എന്താണ് അങ്ങേക്കുള്ള ഭക്തജനങ്ങളോട് വരും തലമുറയ്ക്ക് കൊടുക്കേണ്ട സന്ദേശം എന്താണെന്നൊന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. തീർച്ചയായിട്ടും എനിക്ക് വളരെ വ്യാകുലതയുണ്ട്. ബാബാജി പറഞ്ഞ പോലെ നമ്മുടെ ആചാര്യ ശ്രേഷ്ഠന്മാര് എന്തിലൊക്കെ സംസാരിക്കണം, അഭിപ്രായങ്ങൾ പുറത്തിരുന്ന് പറയാം, പക്ഷെ പൊതുസമക്ഷത്ത് എന്റെ അഭിപ്രായമാണെന്ന് അവർക്ക് പറയാം. ഈ പറയുന്നത് എന്റെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായമാണെന്ന് പറയാം. സന്യാസിമാർക്കോ ഇപ്പോ താന്ത്രിക കർമ്മങ്ങൾ ചെയ്യുന്ന ഒരു തന്ത്രിക്കോ പറയാം, ഇതെന്റെ അഭിപ്രായമാണ് കേട്ടോ ഞാൻ പറയുന്നത്, ഇതെന്റെ അഭിപ്രായം മാത്രമാണ് എന്ന് പറയാം. ആ അഭിപ്രായത്തിന് സ്വാതന്ത്ര്യവും ഇവിടെ കൊടുക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ക്ഷേത്ര സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലേക്ക്, ആചാര സംബന്ധമായിട്ടുള്ള വിഷയങ്ങളിലേക്ക് വരുമ്പോൾ അഭിപ്രായങ്ങൾക്ക് സ്ഥാനമില്ല. ഭരണഘടന വിഭാവനം ചെയ്യുന്ന അവകാശങ്ങൾക്ക് സ്ഥാനമില്ല ക്ഷേത്രത്തിനകത്ത്. അങ്ങനെയുള്ള ഒന്നും ക്ഷേത്രത്തിലോ ക്ഷേത്ര ആചരണ രീതിയിലോ ആരും പ്രതീക്ഷിക്കേണ്ടതുമില്ല. കാരണം അവിടെ അഭിപ്രായങ്ങൾക്ക് സ്ഥാനമില്ല. അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. എല്ലാവർക്കും അഭിപ്രായം പറയാം, എനിക്കും പറയാം. പക്ഷെ ഇതെന്റെ അഭിപ്രായം മാത്രമാണെന്ന് പറഞ്ഞുകൊണ്ടായിരിക്കണം പറയേണ്ടത്. ഇതാണ് സത്യമെന്നോ അല്ലെങ്കിൽ ഇതാണ് ചെയ്യേണ്ടതെന്നോ പറയാനുള്ള ധാർമ്മികത സന്യാസിക്കുമില്ല, ഒരു തന്ത്രിക്ക് പോലുമില്ല. തന്ത്രിക്കും അത് പറയണമെങ്കിൽ ഒരുപാട് മാനദണ്ഡങ്ങൾ അതിനപ്പുറത്ത് നിൽക്കുന്നുണ്ട്. ഒരു തന്ത്രി ഒറ്റയ്ക്ക് വിചാരിച്ചാൽ ഒരു ക്ഷേത്രത്തിൽ ആനയെ കയറ്റണ്ടെന്നോ അല്ലെങ്കിൽ വിഗ്രഹത്തെ പുറത്തേക്ക് എഴുന്നള്ളിക്കേണ്ടെന്നോ പകൽപ്പുരം പടികടന്ന് പോകണ്ടെന്നോ പറയുവാൻ തന്ത്രിക്കും കഴിയില്ല. കാരണം അത് തന്ത്ര മന്ത്ര യന്ത്രങ്ങളാലാണ് ക്ഷേത്രത്തെ പ്രതിഷ്ഠിച്ചുറപ്പിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അഭിപ്രായങ്ങൾക്ക് ഭാരതത്തിന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളെയും നിയന്ത്രിക്കുവാൻ അഭിപ്രായങ്ങൾക്ക് സ്ഥാനമില്ല. അത് മന്ത്രിയായാലും ശരി, സന്യാസി ആയാലും ശരി, തന്ത്രി ആയാലും ശരി. തന്ത്രിക്ക് പോലും നിരവധി കടമ്പകളുണ്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ. ഇപ്പോ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തില് അദ്ദേഹം പറഞ്ഞത് എത്രയോ വലിയ കാര്യങ്ങളാണ്. ആരെയും അവഹേളിക്കാതെയാണ് അത് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതിലാണ് ഏറ്റവും ശ്ലാഘനീയമായിട്ടുള്ള വസ്തുത. അദ്ദേഹം ആരെയും അവഹേളിച്ചിട്ടില്ല ആ സംസാരിച്ചപ്പോഴെല്ലാം. മാക്സിമം ആരെയും വേദനിപ്പിക്കാതെ തന്നെയാണ്. അതെ, അത് ഒരു വലിയ ക്വാളിറ്റി ആയിട്ട് ഞാൻ കാണുന്നു. എനിക്കതിനകത്ത് അദ്ദേഹത്തോട് ബഹുമാനമുണ്ട്. കാരണം ഈ പുറത്തു നിന്ന് അഭിപ്രായം ആർക്കും പറയാം, അഭിപ്രായങ്ങളല്ല അവിടെ വേണം. അറിവാണ് ഷെയർ ചെയ്യപ്പെടേണ്ടത്. അറിവാണ് നമുക്ക് വില കൽപ്പിക്കാവുന്ന വസ്തുത. അറിവാണ്. അറിവ് പറയുമ്പോൾ അഭിപ്രായമാവില്ല. ഇപ്പൊ അങ്ങ് ചോദിക്കാറില്ലേ ദ്വൈതവും അദ്വൈതവും എന്നൊക്കെ പറയുന്നത്? അങ്ങനെയുള്ള മതസമ്പ്രദായത്തിലൂടെ ലോകത്തെ കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മളുടെ ഒരു സമൂഹം മുന്നോട്ട് വരുമ്പോൾ അവരും പഠിക്കണം. ഹൈന്ദവം എന്ന് പറയുന്നത് ഒരു മതമല്ല. ദ്വൈതത്തിലോ അദ്വൈതത്തിലോ ത്രേതത്തിലോ ഒന്നും ഒതുങ്ങുന്നതല്ല ഈ ഹൈന്ദവം എന്ന് പറയുന്നത്. അപ്പോ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അറിവിനാണ് പ്രാധാന്യം. ഇപ്പൊ എന്താണ് ദൈവം, എന്താണ് ദേവത എന്ന് അറിഞ്ഞാൽ മാത്രമാണ്
ഇതിനകത്ത് അഭിപ്രായം പോലും പറയാൻ പറ്റുള്ളൂ. ഉവ്വ. അഭിപ്രായങ്ങൾക്ക് സ്ഥാനമില്ല എന്ന് പറയുമ്പോൾ മൂളി കേൾക്കണമെങ്കിൽ പോലും നമ്മൾ ഇത് അറിഞ്ഞിരിക്കണം. ആ. ആന വേണ്ട എന്ന് പറയണമെങ്കിൽ യന്ത്രത്തെക്കുറിച്ച് അറിയില്ല, തന്ത്രത്തെക്കുറിച്ച് അറിയില്ല. അദ്ദേഹം പറഞ്ഞത് വളരെ കറക്റ്റാണ്. കരി മരുന്നെന്നാ പറയാ, അതൊരു മരുന്നാണ്. ഉവ്വ. ഇതെല്ലാം അളവ് വിട്ട് കഴിഞ്ഞാൽ ഏത് മരുന്ന് കഴിച്ചാലും മരിച്ചു പോകും. ഉവ്വ. അതിനൊരു ലിമിറ്റ് ഉണ്ട്, അതിനൊരു അളവുണ്ട്. അപ്പോ അതാണ് ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്. 365 ദിവസം ഉത്സവം നടത്തി ഒരു ക്ഷേത്രത്തിൽ ഉത്സവം നടത്തി കഴിഞ്ഞാൽ ആ ഉത്സവത്തിന് ആളുണ്ടാകുമോ? ഇല്ല. ഇപ്പൊ ഉത്സവ ദിനങ്ങൾക്കും ഒരു നിയന്ത്രണമുണ്ട്, വർണ്ണത്തിനും എണ്ണത്തിനും എല്ലാം നിയന്ത്രണമുണ്ട്. അതിനകത്ത് താന്ത്രികവും മാന്ത്രികവും യാന്ത്രികവുമായിട്ടുള്ള കർമ്മങ്ങൾക്കും നിയന്ത്രണമുണ്ട്. അതിനെല്ലാം കൃത്യമായിട്ടുള്ള മെഷറുണ്ട്. ഇതെല്ലാം ജനങ്ങളെ ഉത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, വിഭാഗീയത സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടല്ല. അപ്പോൾ എല്ലാത്തിനെയും ഏകമായിട്ടുള്ള ഒരവസ്ഥയിൽ കണ്ട് നമ്മൾ എല്ലാ ജനതയെയും മതത്തിനപ്പുറത്ത് ജീവലോകത്തെ മുഴുവൻ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ചുമതലപ്പെട്ടതായിട്ടുള്ള ഈ ഹൈന്ദവീയതയെ ഒരു കണ്ണുകൊണ്ടോ 2 കണ്ണുകൊണ്ടോ അല്ല നോക്കേണ്ടത്, 3-ാം കണ്ണിലൂടെ മാത്രമാണ്, ജ്ഞാനത്തിന്റെ ദൃഷ്ടിയിലൂടെ മാത്രമാണ്. ബാഹ്യ ദൃഷ്ടിയിൽ നോക്കിയാൽ ഇതിന്റെ അർത്ഥത്തെ തിരിച്ചറിയുവാനുള്ള ശേഷി സന്യാസിക്കുമില്ല, ഗൃഹസ്ഥനുമില്ല. ഈ ത്രേതത്തെയോ ദ്വൈതത്തെയോ അദ്വൈതത്തെയോ ഒന്നും പെട്ടെന്ന് ദൃഷ്ടിയിൽ പതിയാത്ത അത്രയും ശ്രേഷ്ഠമായിട്ടുള്ള ശാസ്ത്രത്തിൽ പ്രതിഷ്ഠിതമായിരിക്കുന്നതാണ് എല്ലാ സങ്കല്പവും. ഒരു പൂണൂല് പോലും അതിലാണ്, അഴിച്ചു വെക്കാൻ പറ്റില്ല അറിഞ്ഞാൽ. കയ്യിൽ കിടക്കുന്ന ദർഭ അഴിച്ചു വെക്കാൻ പറ്റില്ല അറിഞ്ഞില്ലെങ്കിലോ ഇതൊന്നും വിഷയമില്ല. കയ്യിൽ ദർഭ ഇടാതെ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ അച്ഛൻ എന്നെ പ്രസാദിക്കൂലേ എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരമില്ല. കാരണം ഇത് അറിയണം, പവിത്ര മോതിരത്തെ കുറിച്ച് അറിയണം, എന്നാലാണ് ദാമ്പത്യം അത് എങ്ങനെ ബാധിക്കും. താലിയെ കുറിച്ച് അറിയണം, അപ്പോഴാണ് ജീവിതത്തെ ആ താലി എങ്ങനെയാണ് ബാധിക്കുന്നത്. ഇതിനെക്കുറിച്ച് അറിഞ്ഞില്ലെങ്കിലോ താലി ഒരു പ്രശ്നമാണോ? പൊട്ടിച്ച് തീയിലിടുന്ന ഇവിടെ ഇല്ലേ? അതല്ലേ, അത് നമ്മൾ സാധാരണ ഭാഷ നിയമം അനുസരിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണെന്ന്. അതെ, നിയമം അറിഞ്ഞാൽ മാത്രമേ അത് അനുസരിക്കാൻ തോന്നുള്ളൂ. നിയമം അറിയില്ലെങ്കിലോ അനുസരിക്കാൻ തോന്നുമോ? ഇല്ല. നിയമം അറിയുമ്പോൾ മാത്രമാണ് ആ നിയമം ആവശ്യമാണെന്നും അത് അനുസരിക്കേണ്ടതാണെന്നും നമുക്ക് മനസ്സിലാവുന്നത്. അതെ. നമ്മളിപ്പോ അദ്ദേഹം പറഞ്ഞ 2-3 ഉദാഹരണങ്ങൾ എന്നെ വളരെ സന്തോഷിപ്പിക്കുന്നത്. കാരണം കാർ ഇടിച്ച ആളുകൾ മരിക്കുന്നുണ്ട്, കാറ് വേണ്ടാന്ന് വെക്കുവോ? ഇലക്ട്രിക് പോസ്റ്റ് വീണ ആളുകൾ മരിക്കുന്നുണ്ട്, ഇലക്ട്രിസിറ്റി കൊണ്ട് എന്തെല്ലാം അപകടങ്ങളാണ് ഉണ്ടാകുന്നത്. കറണ്ട് അടിച്ച് എത്ര പേരാണ് മരിക്കുന്നത്. അപ്പൊ അത് വേണ്ടാന്ന് വെക്കും. ആന നാട്ടിൽ മാത്രമാണ് അപകടം ഉണ്ടാകണമെങ്കിൽ കാട്ടാന ചവിട്ടിയ ആളുകൾ മരിക്കുന്നില്ലേ എന്ന് അദ്ദേഹം ചോദിച്ചു. ചോദ്യത്തിനൊന്നും ഉത്തരവില്ല ഇവിടെ, ഉണ്ടോ? ഇല്ല, ചോദ്യത്തിനൊന്നും ഉത്തരവില്ലെന്ന് മാത്രമല്ല, ഏതോ ഒരു കോണിൽ നിന്നുകൊണ്ട് എന്തോ ഒക്കെയോ ആർക്കൊക്കെയോ വേണ്ടി പറഞ്ഞതുപോലെ ആയി പോവുകയാണ്. അതെ, സത്യത്തില് ആചാര്യന്മാരുടെ ഗ്രൂപ്പ് അല്ലെങ്കിൽ ആചാര്യന്മാരുടെ നേതൃത്വ സ്ഥാനത്തിരിക്കുന്നവർക്ക് അവർക്ക് നമ്മുടെ നാട്ടിലൊരു വിലയും സാമാന്യ ജനങ്ങൾക്കിടയിൽ ഒരു ബഹുമാനവും മാന്യതയും വിലയും എല്ലാം ഉണ്ട്. അത് നഷ്ടപ്പെടുമോ എന്നുള്ള ആശങ്കയും ഉണ്ട് അതിനകത്ത്. ഇതിനകത്ത് ഒരു കാര്യമുണ്ട്, നമ്മൾ തമ്മിൽ നേരത്തെയും സംസാരിച്ചപ്പോഴത്തേക്ക് ഒരു കാര്യം പറഞ്ഞിരുന്നു. ബോധ്യപ്പെടുത്തലുകളാണ് ജീവിതം എന്ന് പറയുന്നത്. ഇവിടുത്തെ സന്യാസി ബന്ധം എന്താണ് ചെയ്യുന്നത് എന്ന് ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത അവർക്കുണ്ട്. ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്തണം. അല്ലെങ്കിൽ നാനാദിക്കിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുവാനായിട്ട് ഇവർക്ക് കഴിയാതെ സന്യാസം സ്വീകരിച്ചത്, സന്യാസ വേഷം എന്തിനിട്ടിരിക്കുന്നു, എന്തിനു വേണ്ടി, എന്താണ് അവരുടെ ലക്ഷ്യം, അല്ലേ? പുറത്തുനിന്ന് ചോദ്യം ചെയ്യപ്പെടും എന്ന് പറഞ്ഞാൽ ചോദ്യം ചെയ്യുമ്പോൾ പറയാനൊന്നും ഉണ്ടാവില്ല. സ്നേഹം കൊണ്ടാണ് ജനങ്ങളെ സമീപിക്കേണ്ടത്. അതിന് അറിവായിരിക്കണം കൈമുതലായിട്ട് ഉണ്ടാവേണ്ടത്. അറിവാണ് ഷെയർ ചെയ്യപ്പെടേണ്ടത്, അഭിപ്രായങ്ങളല്ല. അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ, അറിവ് വരുമ്പോൾ ആ അഭിപ്രായങ്ങൾ പിന്തള്ളപ്പെടും. അപ്പൊ നമ്മുടെ ആചാര്യന്മാരായിട്ട് നമ്മൾ കാണുന്ന സന്യാസി വൃന്ദത്തെ, അവരുടെ വാക്കുകളെ നമുക്ക് പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളാൻ പറ്റാതെ തള്ളേണ്ടി വരും. അത് വെറും അഭിപ്രായം മാത്രമാകും. ആചാര്യ പദത്തിൽ ഇരിക്കുന്ന വ്യക്തികൾ ആര് തന്നെയായാലും അവരെല്ലാം അവരുടെയും അത് പറയുന്നവരുടെയും കേൾക്കുന്നവരുടെയും സമയം വൃഥാ നഷ്ടമാകുമെന്നുള്ളത് മാത്രമേ ഉണ്ടാവൂ. തീർച്ചയായിട്ടും ഇവർ ഇത്തരം കാര്യങ്ങളിൽ ഈ അഭിപ്രായമാണ് പറയുന്നതെങ്കിൽ ദൈവം എന്ന് പറയുന്ന വസ്തുതയെ കുറിച്ച് എന്തായിരിക്കും പറയുന്നത്? അതാണ് എല്ലാവരും ചിന്തിക്കുന്നത്. അസത്യത്തിന്റെ നിഴല് പോലും ആ വാക്കുകളിൽ ഉണ്ടാകാൻ പാടില്ല.
പരമസത്യത്തിൽ നിറഞ്ഞു നിൽക്കുന്ന, ലയിച്ചു നിൽക്കുന്ന, ആനന്ദത്തെ വിതറുന്ന രീതിയിലായിരിക്കണം, ആത്മീയതയായിരിക്കണം ഇവര് പറയേണ്ടത്. തലമുറയെ എല്ലാ അർത്ഥത്തിലും മുന്നോട്ട് നയിക്കാൻ അവനവന്റെ അറിവ്, അവനവൻ പഠിച്ചു വെച്ചിരിക്കുന്ന അറിവ് കൊണ്ട് വരുന്ന തലമുറയെ എത്രമാത്രം മുന്നോട്ട് നയിക്കാൻ കഴിയും സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും അറിവിന്റെയും മാർഗത്തിലൂടെ, ഇതാണ് ആചാര്യമതം സ്വീകരിക്കേണ്ടത്. തീർച്ചയായിട്ടും അറിവിനാണ് ഇവര് മുൻഗണന കൊടുക്കേണ്ടത്. നല്ലൊരു തലമുറയെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അവരുടെ സമയങ്ങൾ ചിലവഴിക്കേണ്ടത്. ആനയെക്കുറിച്ച് പഠിക്കുമ്പോഴാണ്, ആ ആനയെക്കുറിച്ച് അറിയുമ്പോഴാണ്, ഗജശ്രേഷ്ഠന്മാരെ കുറിച്ച് അറിയുമ്പോഴാണ്, ഇത്രയും നല്ല ആചരണ പദ്ധതികളിലൂടെയാണ് നമ്മളുടെ ക്ഷേത്ര സംവിധാനങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോഴാണ്. ഇപ്പൊ നമ്മള് വെറും ഒരു പശു, സാധാരണ ഒരു മനുഷ്യന് വെറും ഒരു പശുവാണ്. ജ്ഞാനിക്ക് അത് ഗോമാതാവാണ്. അതെ, അതിനെ പാലിക്കേണ്ട രീതികളുണ്ട്. അപ്പൊ ആ ഗോമാതാവ് എന്ന് പറയുമ്പോ ഇതിനെപ്പറ്റി ജ്ഞാനമില്ലാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, ഗോവ് മാതാവാണെങ്കിൽ അച്ഛനാണോ കാളയെന്ന് ചോദിക്കാം. കാരണം എന്താന്ന് വെച്ചാൽ ആ വിഷയത്തെ കുറിച്ച് അത്രമാണ് അറിവുള്ളത്. ജീവലോകത്തിന്റെ ബീജ വൈഭവത്തില് ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന ബീജം വൃഷഭത്തിന്റേതാണ്, ബേസ് ആയിരിക്കുന്ന ബീജം. അതുകൊണ്ടാണ് ആ ബീജത്തെ വഹിക്കുന്ന, കാലത്തെ വഹിക്കുന്ന ആ കാളയുടെ മാതാവാകയാലാണ് ഗോമാതാവ്. ഇപ്പൊ ഗോമാതാവിനെ എങ്ങനെ ആചരിക്കണം, എങ്ങനെ, അതിന് മന്ത്രം പോലും ഉണ്ട് അതിന്. അപ്പൊ അത്രയും ശ്രേഷ്ഠമായിട്ട് അതിനെ നമ്മൾ പരിപാലിക്കുന്നു ഈ ജൈവലോകത്തെ നിലനിർത്താൻ. ഇതുപോലെ തന്നെയാണ് ഗജശ്രേഷ്ഠനും. കൃത്യമായ ആചരണ രീതികളുണ്ട്. ഒരു ക്ഷേത്രത്തിൽ ആന വരുമ്പോഴും പോകുമ്പോഴും എല്ലാം വെറുതെ കൊണ്ടുപോകുകയല്ല. അപ്പോ ഇതിനെ കുറിച്ച്, ആനയെ കുറിച്ചും എല്ലാം അറിയണം. ആനകളെ കുറിച്ച് അറിയുമ്പോൾ മാത്രമാണ് എന്തിനാണ് ഈ ക്ഷേത്രങ്ങളിൽ ആന ഒഴിവാക്കാനാവാത്ത വലിയ വൈഭവമായിട്ട് ആനയെ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. ഇപ്പൊ തന്ത്രി വന്നില്ലെങ്കിൽ പോലും നാട്ടുകാർക്ക് പ്രശ്നം ഉണ്ടാവില്ല ഉത്സവത്തിന്. ശരിയാണത്. ആന വന്നില്ലെങ്കിലോ ഒരു നാട് ഉണരില്ല. ക്ഷേത്രങ്ങൾ ത്രിഗുണ വൈഭവത്തിന്റെ ആലയങ്ങളാണ്. ദൈവ, ജൈവ, ശൈവ കണങ്ങളുടെ ഗുണത്തെ ഏകുന്ന ഇടങ്ങളാണ്. അവിടെ ഒന്നിനെയും ക്ഷാമപ്പെടുത്താതെ ക്ഷേമപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടങ്ങളാണ്. എങ്ങനെയാണ് ക്ഷേമപ്പെടുത്തുന്നത് എന്ന് ചോദിച്ചാൽ തന്ത്ര, മന്ത്ര, യന്ത്രാദികളാലാണ്. തന്ത്രം ബുദ്ധിയുടേതാണെങ്കിലോ മന്ത്രം മനസ്സിൻ്റെതാണ്, യന്ത്രമോ ശരീരത്തിൻ്റെതാണ്. അപ്പോൾ ആത്മശക്തി, മനഃശക്തി, ക്രിയാശക്തി എന്നിവയെ സംയോജിപ്പിച്ചുകൊണ്ട് എങ്ങനെ ആനന്ദനത്തെ ജനിപ്പിക്കാം, ഉത്സാഹത്തെ ജനിപ്പിക്കാം, എങ്ങനെയാണ് ആചരണ രീതികളിലൂടെ ഋതുക്കളെ ആചരിക്കുവാൻ കഴിയുന്നത്, എന്തെല്ലാമാണ് ആ ഋതു ആചരണ രീതികളിലൂടെ ഈ ഹേമന്തകാലത്തെ ഉത്സവങ്ങളിലൂടെ വർണ്ണവും എണ്ണവും വർദ്ധിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ ഉത്സാഹമാകുന്ന ജീവിതത്തിലേക്ക് കുടിയേറ്റാം. അതിന് എന്തൊക്കെ മരുന്നായിട്ട് ഉപയോഗിക്കാം, ആ ആനന്ദത്തെ ജനിപ്പിക്കുന്നതിൽ വമ്പന്മാരായിട്ടുള്ള കൊമ്പന്മാരെ എങ്ങനെ സുരക്ഷിതമായി ഉപയോഗിക്കാം, ഇതിനെക്കുറിച്ചാണ് നമ്മളുടെ ആചാര്യന്മാരും പഠിക്കേണ്ടത്. അതല്ലാതെ ഉത്സവങ്ങളുടെ വർണ്ണപ്പകിട്ടുകളോ ഉത്സവ ദിനങ്ങളുടെ എണ്ണമോ ഒന്നും തല്ലിക്കൊഴിക്കുകയല്ല ചെയ്യേണ്ടത്. ഉത്സവ ദിനങ്ങളുടെ എണ്ണവും വർണ്ണവും ഒന്നും തല്ലിക്കൊഴിക്കാൻ ആരും ശ്രമിക്കേണ്ടതില്ല. അഭിപ്രായങ്ങൾ എല്ലാവർക്കുമുണ്ട്. ഈ ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും അഭിപ്രായങ്ങളുണ്ട്. പക്ഷേ അറിവാണ് ഷെയർ ചെയ്യപ്പെടേണ്ടത്. നമ്മളുടെ ആത്മീയ ആചാര്യന്മാർ ആധ്യാത്മികതയിലേക്ക് പോകാതെ ആത്മീയതയിൽ നിന്നുകൊണ്ട് ഭൗതികതയെ ചേർത്ത് പിടിക്കുന്നവരാവണം. എന്തിനു വേണ്ടിയിട്ട്? ജൈവികതയെ നിലനിർത്താൻ. അല്ലാതെ അതിജൈവികതയിലേക്കോ ആധ്യാത്മികതയിലേക്കോ അതിഭൗതികതയിലേക്കോ പോകുന്ന മനുഷ്യരെ ചേർത്ത് വയ്ക്കാനല്ലാതെ വിഭജിക്കുവാനായിട്ടും വിദ്വേഷം പ്രചരിപ്പിക്കുവാനായിട്ടും ആരും ശ്രമിക്കരുത് എന്നുള്ളൊരപേക്ഷ മാത്രമാണുള്ളത്. ചിരിച്ചുകൊണ്ട് സംസാരിക്കാൻ ശേഷിയുള്ളവരാവുക, ചിന്തിക്കുവാൻ കഴിവുള്ളവരാകുക. ഇതാണ് എല്ലാവരോടും പറയാനുള്ളത്. ഭക്തരോടും സന്യാസി വൃന്ദത്തോടും അധികാരികളോടും പറയാനുള്ളത് ഇത് മാത്രമാണ്. ചിന്തിക്കൂ, ചിന്തിച്ചിട്ട് ചിരിച്ചുകൊണ്ട് സംസാരിക്കും. വലിയ സന്തോഷമുണ്ട് സന്തോഷി. അങ്ങ് പ്രണവവേദിയിലൂടെയും അതേപോലെ തന്നെ ബാബാജി അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളിലൂടെയും ഒക്കെ വരും തലമുറയിലെ കുഞ്ഞുങ്ങൾക്ക് ഒരു ദിശ തെറ്റാതെ മുന്നോട്ട് പോകാൻ കഴിയുന്ന, വിശ്വാസി സമൂഹത്തിനും ഭക്ത സമൂഹത്തിനും ഒരു ദിശ തെറ്റുന്ന സന്ദർഭങ്ങൾ, തെറ്റാൻ സാധ്യതയുള്ള സന്ദർഭങ്ങളിൽ അത് നേരെയാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന അങ്ങും അതേപോലെ തന്നെയുള്ള സന്തോഷിയും ബാബാജിയും ഒക്കെ അങ്ങനെയുള്ള ആളുകളുടെ കടന്നുവരവും അവരിലൂടെ വരാൻ പോകുന്ന തലമുറയ്ക്ക് ഗുണമുണ്ടാകട്ടെ, നന്മയിലേക്ക് പോകട്ടെ എന്ന് മാത്രമാണ് ആഗ്രഹിക്കാനുള്ളത്. തീർച്ചയായിട്ടും വളരെ സന്തോഷം മോഹൻജി. നമസ്തേ. ശരി.